നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, RSBY കാർഡ്, നിലവിലിപ്പോൾ കാർഡ് കൈവശമുള്ള ആളുകൾ, കാർഡിന് ആവശ്യമുള്ള ആളുകൾ, കാർഡ് മറ്റു അംഗങ്ങളെ ചേർക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കാർഡ് പുതുക്കാൻ മറന്ന ആളുകൾ എന്നിവർക്കെല്ലാം വേണ്ടിയുള്ള സംശയങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഓരോ കാര്യത്തെക്കുറിച്ചും വളരെ വിശദമായി നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ പുതിയ കാർഡ് എടുക്കാൻ പറ്റുന്ന ആർക്കെല്ലാമാണെന്നുള്ളതാണ്. നിലവിലത്തെ അപ്ഡേഷൻ അനുസരിച്ച് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഇപ്പോൾ ഈ പുതിയ കാർഡ് എടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നതാണ്. ഇനി മറ്റു പല ആളുകളുടെ സംശയമാണ് ഈ കാർഡിൽ പുതിയ ആളുകൾ ചേർക്കാനോ നിലവിലുള്ള ആളുകൾ ചേർക്കാനോ സാധിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ലാമിനേഷൻ ചെയ്തൊരു കാർഡ് കൈവശമുള്ള ആളുകളാണെങ്കിൽ ആ ആളുടെ പേരിലുള്ള റേഷൻ കാർഡിലുള്ള മറ്റംഗങ്ങളെ ഈ കാർഡിൽ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഈ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ലാമിനേഷൻ ചെയ്ത കാർഡ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ലാമിനേഷൻ ചെയ്ത കാർഡ് ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മറ്റാളുകളെ ഇതിലേക്ക് ചേർക്കാൻ സാധിക്കും. അതിന് വേണ്ടത് ഈ രണ്ടാളുടെയും പേരിലുള്ള റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആധാർ കാർഡിൻ്റെ കോപ്പിയും ആ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുമാണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത്യാവശ്യം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്താണ് നമുക്കിതിലേക്ക് ചേർക്കാൻ സാധിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ കാർഡുള്ള ആൾ വന്ന് ഈ സൈറ്റ് ഒന്ന് ഫിംഗർ പ്രിൻ്റ് വെച്ച് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം മറ്റാളുകളെ ചേർക്കാൻ സാധിക്കും. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഈ കാർഡ് ലഭിക്കും. ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ചിപ്പുള്ള കാർഡുള്ള പല ആളുകളുമുണ്ട്. ഈ ഒരു കാർഡ് ഏകദേശം 2013-14 വർഷത്തിലാണ് ഈ കാർഡിൻ്റെ ആദ്യമായി ഈ കാർഡ് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അന്നൊരു പക്ഷേ നിലവിൽ ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ കൂടുതൽ ആനുകൂല്യം ലഭിക്കാത്തത് കൊണ്ട് തന്നെ പല ആളുകളും ഈ കാർഡ് പിന്നീട് പുതുക്കിയിരുന്നില്ല. ഒരു കുടുംബത്തിലെ 5 ആളുകളുടെ ഫോട്ടോ വെച്ച് ചിപ്പുള്ള കാർഡായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. ഓരോ വർഷവും ഈ കാർഡ് പുതുക്കണമായിരുന്നു. അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും ഈ കാർഡിൻ്റെ നിലവിലുള്ള ആളുകളുടെ എണ്ണം ഒരുപാട് കുറഞ്ഞു. വർഷം കാർഡുകൾ ആരും പുതുക്കാതെയായി. അങ്ങനെ 2017-18 വരെ കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്കാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കാർഡ് കൈവശമുള്ള ആളുകൾ 2018-19 പുതുക്കിയ കാർഡുള്ള ആളുകൾക്ക് നമ്മുടെ കയ്യിൽ ചിപ്പുള്ള കാർഡിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടാകും. അത് 2018-19 കാലയളവിൽ പുതുക്കിയ സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ നിലവിൽ പതിപ്പിച്ചുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അങ്ങനെ 2018-19 പുതുക്കിയ ആളുകളാണെങ്കിൽ അവർക്കും നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്കും അവരുടെ കുടുംബത്തിലുള്ള മറ്റാളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഈ കാർഡുള്ള കൈവശമുള്ള ആളുകൾക്ക് ഓരോ വർഷവും 5 ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുന്നത്. അങ്ങനെ പരിരക്ഷ ലഭിക്കുന്ന ആളുകൾക്ക് പിന്നീട് അടുത്ത വർഷവും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും. എന്നാൽ ഇപ്പോൾ പല സൈറ്റുകളും കാണുന്നുണ്ട് ഈ കാർഡ് പുതിയത് എടുക്കാം എന്നുള്ളത്. നിലവിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ പുതിയതെടുക്കാൻ സാധിക്കുന്നത്. മറ്റാളുകൾക്ക് ഈ 2018-19 വർഷം വരെ കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള സംശയമാണ് അന്ന് 5 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ഈ കാർഡ് ലഭിച്ചിരുന്നില്ല. ഇവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമോ എന്നുള്ളത്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാർഡ് കൈവശമുള്ള ആളുകൾ 2018-19 ശേഷം പുതുക്കുകയും ലാമിനേഷൻ ചെയ്ത കാർഡ് കൈവശമുള്ള കുട്ടികളെയും ഇപ്പോൾ ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.